The Real FM 103.6. ശ്രദ്ധ. കാലവർഷം ഇങ്ങെത്തിയില്ല, പക്ഷേ മഴയെത്തി. ഞായറാഴ്ച മുതൽ തുടങ്ങിയ മഴ എല്ലാ മഴക്കാലത്തെയും പോലെ ദുരിതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോടിന്റെ മലയോര മേഖലയിലും നഗരത്തിലും ഒരുപോലെ മഴ തിമിർത്തു പെയ്തുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും വെള്ളക്കെട്ടുകളും വെള്ളപ്പൊക്ക ഭീഷണിയും രൂക്ഷമാണ്. കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപം പ്രവർത്തിക്കുന്ന ന്യൂ ഫിറ്റ് ഫസ്റ്റ് ജിം ഉടമ നിതിൻ നാരായണൻ. ഞങ്ങൾ ഇന്ന് രാവിലെ 5:30 ജിമ്മ് തുറക്കാൻ പോകുന്ന സമയത്തായിരുന്നു വെള്ളം കയറിയത് കണ്ടത്. അപ്പൊ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ ക്ലയൻസിനൊക്കെ ഇൻഫോം ചെയ്തു വരണ്ടെന്ന്. ഒരുപാട് പേര് വന്നിട്ട് മടങ്ങിപ്പോയി. കാരണം ആ ഏരിയയിലേക്ക് ഡ്രൈനേജിന്റെ ബ്ലോക്ക് ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഒരു ചെറിയൊരു മഴ പെയ്യുമ്പോൾ തന്നെ ആ പാസേജ് മൊത്തം, അതായത് നമ്മുടെ സൈഡ് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആ ഒരു പാസേജ് മുഴുവൻ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ഇതുണ്ട്. കുറെ കാലമായി ഇത് ഇങ്ങനെ തന്നെ തുടരുന്നു. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അവിടെ ടേബിൾ ടെന്നീസ് ഉണ്ട്, ജിമ്മുണ്ട്, പിന്നെ സൈഡ് കുട്ടികളൊക്കെ അവിടെ വാം ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അത് ചെറിയൊരു മഴ പെയ്താൽ തന്നെ വെള്ളക്കെട്ട് ഉണ്ടാവും. അത് ഒരു ദിവസം 1.5 ദിവസം കഴിഞ്ഞിട്ട് ഡ്രൈ ആയി പോകത്തുള്ളൂ. കണ്ടിന്യൂസ് മഴയാണെങ്കിൽ തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് മഴ പെയ്ത് വെള്ളം കയറി കഴിഞ്ഞാൽ ഒരാഴ്ച അതിന്റെ ക്ലീനിങ്ങും, കാരണം ചെളി വെള്ളമാണ് അവിടെ വരുന്നത്. ഡ്രൈനേജിൽ നിന്ന് വരുന്ന വൃത്തിയായിട്ട വെള്ളമാണ്. അതിന്റെ ബുദ്ധിമുട്ട് വേറെയുണ്ട്. സ്മെല്ലും കാര്യങ്ങളും. കുറെ ദിവസം വർക്കിംഗ് നടക്കില്ല അവിടെ. ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ട്, പക്ഷേ മഴക്കാലം ഇങ്ങ് എത്തണമെന്ന് മാത്രം. കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് ശോഭിത KC. നഗരത്തിന്റെ പല ഭാഗത്ത് സ്ഥിരമായിട്ട് വെള്ളക്കെട്ടുകളുണ്ട്. ഈ വെള്ളക്കെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇതുവരെ കഴിഞ്ഞ 30 വർഷത്തോളമായി ഇതേ സ്ഥലങ്ങളിൽ നിരന്തരമായിട്ടുള്ള വെള്ളക്കെട്ടാണ്. അപ്പോൾ അവിടെയുള്ള വെള്ളക്കെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോ ഡ്രെയിനേജ് കണക്ടിവിറ്റി ഉറപ്പുവരുത്തുന്നതിനോ യാതൊരു സംവിധാനങ്ങളുമില്ല. പിന്നെ എല്ലാ വർഷവും മഴക്കാല പൂർവ്വ ശുചീകരണം മഴയ്ക്ക് മുൻപ് ചെയ്യണമെന്ന് കൗൺസിലർമാർ ആവശ്യപ്പെടുന്നതാണ്. നമുക്ക് ഈ വർക്ക് മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കണമെങ്കിൽ ഈ ഫണ്ട് സമയബന്ധിതമായി മാർച്ച് അല്ലെങ്കിൽ ഫെബ്രുവരി അവസാന വാരം, മാർച്ച് ആദ്യമാവുമ്പോഴത്തേക്ക് ഫണ്ട് എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ത്വരിതഗതിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സാധ്യമാവുള്ളൂ. പക്ഷെ ഇപ്പൊ ഇവിടെ മഴ പെയ്യുന്ന അവസരത്തിലാണ് ഫണ്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നഗരത്തിലെ 75 വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണമല്ല. പ്രത്യേകിച്ച് നമ്മൾ ബീച്ചിനോട് ചേർന്നിട്ടുള്ള വലിയ ഓടകളുള്ള പ്രദേശങ്ങൾ, നഗരത്തിലെ പ്രധാന ഓവുകള്, അതുപോലെ രാജാജി റോഡ്, അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളമാണ്. അപ്പം ശരിയായ രീതിയിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഈ മഴക്കാലത്തും സാധ്യമായില്ല എന്നാണ് പറയാനുള്ളത്. മഴ കനത്തതോടെ ദേശീയപാതയ്ക്കായി മണ്ണിട്ട റോഡ് തുരന്ന പ്രദേശങ്ങൾ പലതും അപകട ഭീഷണിയിലാണ്. മലപ്പുറം ജില്ലയിലെ വേങ്ങര പഞ്ചായത്തിൽപ്പെട്ട കൂരിയാടിലൂടെ കടന്നുപോകുന്ന ദേശീയപാത ഇടിഞ്ഞു താഴുന്ന സംഭവം ആശങ്കയുണർത്തുന്നതാണ്. സംഭവം നടക്കുമ്പോൾ അപകടത്തിൽപ്പെട്ട കാറിൽ യാത്ര ചെയ്ത തലപ്പാറ സ്വദേശി ഷംസുദ്ദീൻ സംഭവിച്ചതെന്താണെന്ന് വിശദീകരിക്കുന്നു. ഒരു കല്യാണ വീട്ടിൽ പോവാണ്, കല്യാണം പെണ്ണിനെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ്, മണ്ഡപത്തിൽ പോവാണ്. അത് പോകുമ്പോൾ റോഡ് ഫുള്ള് കാലിയൊക്കെ എടുക്കാൻ റോഡ് പെട്ടെന്ന് വിളിച്ച വന്ന റോഡിൽ വിളിച്ച വന്ന പാടെ വണ്ടിയെ സൈഡായി കൊടുത്തു. ആ സൈഡാക്കലും പെട്ടെന്ന് മേലിൽ നിന്ന് ഒന്നായിട്ട് കല്ലും മണ്ണും വണ്ടിന്റെ ടോപ്പൊക്കെ കൂടത്. അതിന്റെ മൂന്നാൾ ഇറങ്ങി കഴിച്ചില്ല. അത് മറ്റുള്ളവർക്ക് പരിക്ക് പറ്റിയതാണ്. എനിക്ക് കയ്യിനും ഒരാൾക്ക് മൂക്കിനും, രണ്ടാൾക്ക് തലക്കാണ്, രണ്ടാൾക്ക് ഊരക്കും പറ്റിയാണ്. ദേശീയപാത 66 ഈ ഭാഗത്തെ നിർമ്മാണം ഒട്ടും ശാസ്ത്രീയമായിട്ടായിരുന്നില്ലെന്ന് പറയുന്നു വേങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഫസൽ. പിന്നെ വയലില് മണ്ണിട്ട് ടൺ കണക്കിന് മണ്ണ് കൊണ്ട് നിറച്ച് അതിൽ ഫില്ല് ചെയ്തിട്ടാണ് റോഡ് പോയിട്ടുള്ളത്. എന്തൊക്കെയാലും നമുക്കറിയാം, പാടത്ത് ഒരിക്കലും അത് പ്രാവർത്തികമല്ല. അത് ഒന്നുകിൽ പാലം മാത്രമേ അതിനൊരു ശാശ്വതമായ പരിഹാരമുള്ളൂ. പക്ഷെ നമ്മളൊന്നും പറഞ്ഞത് അത് ചെവിക്കൊള്ളാതെ നമ്മളെ പഞ്ചായത്ത് ഭരണസമിതി തന്നെ എത്രയോ പ്രാവശ്യം അവരെ അതിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതുപോരാത്തതിന് നമ്മുടെ പഞ്ചായത്തിൽ 3 വർഷമായിട്ട് ഇപ്പൊ 3 വർഷം മഴ പെയ്താലും വെള്ളം കയറ്, വീടുകളിലും പാടത്തും ഒക്കെ വെള്ളപ്പൊക്കമാണ്. ഒക്കെ ഈ ഒരു വർക്കിന്റെ ഒരു അശാസ്ത്രീയമായ നിർമ്മാണം കാരണമാണ്. അതുമല്ല ഇപ്പൊ നമുക്ക് നിരന്തരം ഞങ്ങൾ 3 കല്ലുണ്ടിപ്പുഴയിലേക്ക് ഒഴുകുന്ന പാടത്തു നിന്നൊക്കെ ഒഴുകി പോകുന്ന വെള്ളം വരെ തടസ്സപ്പെട്ടിട്ട് നിരന്തരം അവരെ ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കും. പക്ഷെ അവർ അതിനൊരു റിപ്ലൈ തരിക ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏതായാലും നമ്മൾ ഇതിന്റെ കുറച്ചു മുമ്പ് ഒരു മാസമായിട്ടുണ്ടാവും. അത് ഇപ്പൊ നിലവിൽ ഇടിഞ്ഞ സ്ഥലത്ത് ഇതേമാതിരി ഒരു ചെറിയൊരു ഇത് കണ്ടു. ഇത് സ്ക്രാച്ച് കണ്ട സമയത്ത് തന്നെ നമ്മൾ ആളുകളെ അവരെ അറിയിച്ചു. അങ്ങനെ അതിന് ശേഷം ഒരു ആഴ്ച വന്നതിന് ശേഷം അവരെന്ത് ചെയ്തു, അത് തേച്ച് പുട്ടിയൊക്കെ ഇട്ടടിച്ച് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി പോയതാണ്. അതാണ് ഇപ്പൊ നമ്മുടെ പഞ്ചായത്ത് വേങ്ങരയിൽ സംഭവിച്ചിട്ടുള്ളത്. നിർമ്മാണം തുടങ്ങിയതു മുതൽ ജനപ്രതിനിധികളും കർഷകരും ജനങ്ങളും ഇക്കാര്യം കൺസ്ട്രക്ഷൻ കമ്പനിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു. ഗവൺമെന്റ് ഈ പദ്ധതി കൊണ്ടുവരുന്ന ആ സമയത്ത് തന്നെ അന്നത്തെ
ആക്ച്വലി ഇത് ഒരു 4 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ഞങ്ങൾ ഈ ഭരണസമിതി വന്നിട്ടില്ല. അന്നത്തെ ഭരണസമിതി അന്ന് ഇവരെ ഉദ്യോഗസ്ഥന്മാരൊക്കെ മീറ്റിംഗ് വിളിച്ച സമയത്തൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, നമുക്ക് പാലാണ് ഇവിടെ വേണ്ടത്, അല്ലാതെ ഇങ്ങനെ മണ്ണിട്ടുങ്ങാണ്ട് ഫില്ല് ചെയ്തുങ്ങാണ്ട് ഈ വർക്ക് നടന്നാൽ വലിയൊരു ദുരന്തം വരുന്നു അന്നേ ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. ആക്ച്വലി അന്നത്തെ ഭരണസമിതിയിൽ ഞാൻ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഞാനുണ്ട്. അതല്ല, നമ്മൾ നിരന്തരം ഇത് കുറേ കാര്യങ്ങൾ വെച്ചാൽ ഈ ഒരു വർക്കുമായിട്ട് ബന്ധപ്പെട്ട് അധിക സമയത്തും കർഷകർ നമ്മളായിട്ട് എപ്പോഴും പരാതി പറയുന്ന ഒരു അവസ്ഥ ഉണ്ട്. എന്താ വെച്ചാൽ ഞങ്ങൾ ഒരു വർഷമായി 1/9/2024 മുതൽ നിരന്തരം ഒരു 9 ലെറ്ററെങ്കിലും ഞാൻ ബോർഡ് ഭരണസമിതിയിൽ എടുത്തിട്ട് നമ്മൾ KNRC നമ്മളെ കൊച്ചിയിലെ മെയിൻ ഓഫീസിലേക്ക് മെയിൽ ചെയ്ത് അവരെ ഓരോ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഒപ്പം തന്നെ നമ്മളെ ഈ ഇത് നടന്ന 50 മീറ്റർ കഴിഞ്ഞാൽ നമ്മുടെ കൂരിയാട് പാലാണ്. അതും ഇതേമായി തന്നെ 45 വർഷം മുമ്പുള്ള പാലാണ്. പക്ഷെ അലൈൻമെന്റിൽ അതുണ്ട്. പക്ഷെ അതും അവര് ഒഴിവാക്കി നിലവിലെ പാലം നിലനിർത്തി ഒരു പെയിന്റ് ഒക്കെ അടിച്ച് മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് അത് നിലനിർത്തി പോന്നിക്കാണ്. പക്ഷെ അതും ഇതിലും വലിയ ദുരന്തം വരാൻ പോവാണ്. എന്താ വെച്ചാൽ ഇത്രയും വലിയ 6 വരി പാത, നിങ്ങൾക്ക് ഏത് ആൾക്ക് വന്ന് കണ്ടാലും അറിയാം, 6 വരി പാത ഉള്ളത് അവിടെ 5 വരി പാതയായിട്ടാണ് നിൽക്കുന്നത്. കൂരിയാട് ഭാഗത്ത് ദേശീയപാത നിർമ്മാണത്തിൽ പിഴവ് പറ്റിയിട്ടുണ്ടെന്ന് പറയുന്നു സംസ്ഥാന റോഡ് സേഫ്റ്റി എക്സ്പേർട്ട് മെമ്പറും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് സേഫ്റ്റി ഡയറക്ടറുമായ ഉപേന്ദ്ര നാരായണൻ. അതായത് കൂരിയാട് ഭാഗത്തെ സർവീസ് റോഡ് സിങ്ക് ആകാനുള്ള പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ സോയിൽ പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്തിട്ടില്ല. അത് അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ബിറ്റ് ഓഫ് സ്ലഷ് ചെളിയൊക്കെ നിറഞ്ഞ സോയിലാണ്. അതിന്റെ ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എബൌട്ട് 1.5 മാത്രമേ ഉള്ളൂ. അതേസമയം ഇവർ റോക്കാണ് ഇട്ട് പണിയേണ്ടിയിരുന്നത്. റോക്ക് കരിങ്കല്ല് ബേസ് കോഴ്സ് ഇട്ട് പണിതിരുന്നെങ്കിൽ അത് ഏകദേശം 25ഓളം കപ്പാസിറ്റി, ഞാനൊരു റേഷ്യോ ആണ് പറഞ്ഞത്, 1.5 ഇട്ടാണ് ഇപ്പൊ പണിതേക്കുന്നത്. അതേസമയം റോക്ക് ഇടുകയായിരുന്നെങ്കിൽ അത് 25. ആ ഒരു വാട്ട് യു കോൾ ദ സച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ് അതിന് ഈ പറഞ്ഞ സർവീസ് റോഡിന് ഉണ്ടാകുമായിരുന്നു. ഒരിക്കലും പൊളിയില്ലായിരുന്നു. അപ്പൊ ഈ പണം ലാഭിക്കാൻ വേണ്ടിയും അതേപോലെ സൂപ്പർവൈസറി ലാപ്സസ്, അത് വളരെ വലിയ ഒരു ലാപ്സ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ പണം സേവ് ചെയ്യാനാണ് അവർ കരിങ്കല്ലിന് പകരം സോയിലിട്ട് അത് ഫ്ലഷ് കറന്ന ചെളി കയറിയ മണ്ണിട്ടാണ് ഈ സർവീസ് റോഡ് പണിതാണ്. ഇതിന് ബിയറിംഗ് കപ്പാസിറ്റി കുറഞ്ഞുപോയി. ബിയറിംഗ് കപ്പാസിറ്റി ലോഡ് ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ റോഡിൽ കൂടെ പോകുന്ന മൾട്ടി ആക്സിൽ ലോറികളൊക്കെ തന്നെ 45 തൊട്ട് 85 ടൺ വരെ ഗ്രോസ് വെയിറ്റ് ഉള്ള ലോറികളെ താങ്ങാൻ ഈ മണ്ണ് ഗ്രാവലിന് അല്ലെങ്കിൽ സോയിലിന് പറ്റില്ല. അവിടെ റോക്കിട്ടാണ് സ്പെസിഫിക്കേഷനിൽ പണിയേണ്ടത്. പക്ഷേ ഇത് ആ സ്പെസിഫിക്കേഷൻ വയലേറ്റ് ചെയ്തപ്പോൾ ദേശീയപാത അതോറിറ്റി കണ്ടുപിടിച്ചിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ ദേശീയപാത അതോറിറ്റിയുടെ എഞ്ചിനീയർമാര് ഇത് സൂപ്പർവൈസ് ചെയ്തിട്ടില്ലായിരിക്കാം. അങ്ങനെ പല റീസൺ കൊണ്ട് ഇത് പൊട്ടിപ്പോയിട്ടുണ്ട്. എന്താണ് പരിഹാരം? നമുക്ക് ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യണം. സോയിലിനെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് സാൻഡ് പൈലിംഗ് എന്ന് പറയും. സാൻഡ് പൈലിംഗ് അത് ഓരോ മീറ്റർ ഇടവിട്ട് സാൻഡ് പൈലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എല്ലാം പൊളിക്കണം. ഈ ഇപ്പൊ എക്സിസ്റ്റിംഗ് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് ഓരോ മീറ്ററിലും പൈലിംഗ് ചെയ്ത് റീഎൻഫോഴ്സ് ചെയ്തിട്ട് വേണം ഇനിയിപ്പോ റോഡ് പുതുക്കി പണിത് പുതിയതാക്കി മാറ്റി ഇങ്ങനെയുള്ള വെയിറ്റ് ബിയറിംഗ് ട്രക്സ്, ബസസ് എന്തോ കടന്നു പോകാനായിട്ട്. മലപ്പുറം തലപ്പാറയിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന ദേശീയപാതയിൽ വിള്ളൽ രൂപപ്പെട്ടതും കാഞ്ഞങ്ങാട് 6 വരി ദേശീയപാതയുടെ സർവീസ് റോഡ് കനത്ത മഴയിൽ തകർന്നു വീണതും ഇതിനുശേഷമാണ്. ഇന്നലെ മലപ്പുറം ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മഴയെ തുടർന്ന് വയൽഭൂമി വികസിച്ചതാണ് അപകടത്തിന് കാരണമായതെന്നാണ് ദേശീയപാത അതോറിറ്റി നൽകിയ വിശദീകരണം. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ മന്ത്രി മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ 3-അംഗ സ്വതന്ത്ര വിദഗ്ധ സംഘത്തെ ദേശീയപാത അതോറിറ്റിയും നിയോഗിച്ചിട്ടുണ്ട്. കാലവർഷം ശക്തി പ്രാപിക്കുന്നതോടെ കാലാകാലങ്ങളായി ഉയരുന്ന ജനങ്ങളുടെ ആശങ്കകൾക്കൊപ്പം ഇതോടെ 6 വരി പാത കൂടി ഇടം പിടിച്ചിരിക്കുകയാണ്. ഇന്ന് ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കിയത് ഖാസിദ കലാം, ശബ്ദം അരുൺ വി കൃഷ്ണ, ആശയം നിർവഹണം സി കൃഷ്ണകുമാർ. ശ്രദ്ധ.